കെഎസ്ആർടിസി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ആരംഭിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടുമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി. പൊതുഗതാഗതത്തിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്വകാര്യ ബസ്സുകൾ നിലനിർത്തുന്നതിനുള്ള നടപടികൾ കൂടി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തണമെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു. കെഎസ്ആർടിസി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടുമായി കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി. കെഎസ്ആർടിസിയുടെ 4000 ബസ്സുകൾ റോഡ് ടാക്സ് പോലും അടയ്ക്കാതെ സർവീസ് നടത്തുന്നത് ഖജനാവിൽ നിന്നും പ്രതിമാസം നൽകുന്ന 100 കോടിക്ക് മുകളിലുള്ള തുക കൊണ്ടാണ്. ഇങ്ങനെയുള്ള കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യം ഏർപ്പെടുത്തുന്നതോടുകൂടി സ്വകാര്യ ബസ്സിലെ പകുതിയിലേറെ സ്ത്രീ യാത്രക്കാർ കെഎസ്ആർടിസി ബസ്സുകളിലേക്ക് മാറുകയും 8000-ഓളം സ്വകാര്യ ബസ്സുകൾ നിരത്തൊഴിയേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ഇന്ന് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് 8000 സ്വകാര്യ ബസ്സുകൾ കൂടി സർവീസ് അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. 35,000-ഓളം സ്വകാര്യ ബസ് ഉണ്ടായിരുന്ന കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ നയവൈകല്യങ്ങൾ മൂലം ഇന്ധന വില വർധനവും അതേപോലെ തന്നെ സ്പെയർ പാർട്സിൻ്റെയും മറ്റ് ചെലവുകളെല്ലാം ഭീമമായ തോതിൽ വർദ്ധിക്കുമ്പോൾ ചെലവിന് ആനുപാതികമായ രീതിയിൽ ഇതിൻ്റെ വരുമാനം ക്രമീകരിക്കാൻ ഗവൺമെൻറ് ഇടപെടണമെന്ന് കാലങ്ങളായി ബസ് ഉടമ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ചെവിക്കൊള്ളാത്ത സർക്കാരുകളുടെ നിലപാട് മൂലം ഈ ബസ്സുകളുടെ എണ്ണം ഇന്ന് കേവലം 8000-ൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് യാത്രക്കാരിൽ ഏതാണ്ട് 60% വരുന്ന അത് സ്ത്രീകളാണ്. ഈ സ്ത്രീകൾക്ക് മുഴുവൻ കെഎസ്ആർടിസിയിൽ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു 90% ഈ സൗജന്യ യാത്രയെ ആശ്രയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ദൈനംദിന ചെലവുകൾ താങ്ങാൻ സാധിക്കില്ല. സംസ്ഥാന തലത്തിൽ ബസ് ഉടമകളുടെ ഫെഡറേഷൻ മുഖ്യമന്ത്രിയെയും അതേപോലെ ട്രാൻസ്പോർട്ട് മന്ത്രിയെയും ഒക്കെ കണ്ട് ഇതിൻ്റെ ആശങ്ക അറിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ബസ് ഉടമകളെല്ലാം വലിയ ഭീതിയിലാണ് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. നിത്യച്ചെലവിന് പോലും വരുമാനമില്ലാത്ത സ്ഥിതിയിലേക്ക് സ്വകാര്യ ബസ് വ്യവസായം തകരും. ഡീസൽ വിലയിൽ ലിറ്ററിന് 4 രൂപയിലധികം വർദ്ധിച്ചിരിക്കുന്ന സ്ഥിതിയിലാണ് പുതിയ സർക്കാർ ഏർപ്പെടുത്തുന്ന സൗജന്യ യാത്ര വന്നിരിക്കുന്നത്. 2 വർഷം മുമ്പ് ഡീസലിന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ 3 രൂപയുടെ സെസ് പിൻവലിച്ച് വിലവർധനയ്ക്ക് ഒരു ആശ്വാസം പ്രഖ്യാപിക്കാതെയാണ് പുതിയ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആകെയുള്ള ദിവസവരുമാനത്തിന്റെ 60%-ലധികം തുക ഡീസൽ ഇനത്തിൽ മാത്രം ചിലവാകുന്നുണ്ട്. സൗജന്യ യാത്ര തുടങ്ങുന്നതോടുകൂടി വരുമാനം പകുതിയാകുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പിന്നീട് സർവീസ് നടത്തുവാൻ കഴിയാത്ത സ്ഥിതിയിലേക്കെത്തും. ഇതിനാൽ സ്വകാര്യ ബസ്സുകളുടെ റോഡ് ടാക്സ് ഒഴിവാക്കിയും ഡീസലിന്റെ വിൽപ്പന നികുതി ഒഴിവാക്കിയും റേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയും മേഖലയെ നിലനിർത്താനുള്ള നടപടികൾ കൂടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.